വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വൺസ് അഗെയിൻ ഐ വോണ്ട് ടു ഗ്രീറ്റ് യു ഓൾ ഇൻ ദ പ്രഷ്യസ് നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. നമ്മളുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാച്ച് നൈറ്റ് സർവീസിന് ശേഷം ഇത്രയും പേര് കടന്നു വന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആൻഡ് വി വോണ്ട് ടു വെൽക്കം Nada. I was like, where is Nada? I would like to invite Natha and Joby. They are in our midst. We are happy to have you in our midst. And Happy New Year. Blessed, greater things are happening in their life. And we are so happy for them. May God continuously use them and bless them in this 2023 years. Amen. Amen. അത് ഉറക്കം വരുന്നില്ലല്ലോ. Amen. Hallelujah. ഇന്നലത്തെ പോലല്ല, ഇന്ന് നമ്മൾ നേരത്തെ നിർത്തും. പക്ഷേ 2-3 കാര്യങ്ങൾ ജസ്റ്റ് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ 2-3 കാര്യങ്ങൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ 2023 we have been praying and we are willing to live a life in a divine perspective. Right? In a divine perspective. അപ്പം ഡിവൈൻ പെർസ്പെക്റ്റീവിൽ ഇഫ് യു വോണ്ട് ടു ലിവ്, ദർ ആർ സം തിങ്സ് ദാറ്റ് ഗാഡ് വുഡ് ലൈക്ക് ടു ഹാവ് ഫ്രം അവർ ലൈഫ്. Yesterday when John sir preached, when we consecrate ourselves, miracles takes place. Miracles will take place. Powerful വചനമായിരുന്നു. So unexpected circumstances we might enter into. That's okay. But at that time, the unexpected providence of God will come. How many of you believe that? But don't worry about the unexpected circumstances or situations. There is for sure that unexpected providence of God will come across our life. Amen? About when we desire to live a life in a divine perspective, the first things that God like to have from our life. Let us all turn our attention to the same passage, Gospel according to Matthew, chapter 1, verses 20 to 21. അത് ജെനി ആൻറ്റിയും സുജി ആൻറ്റിയും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്ന് വായിക്കണം. ഒന്ന് വായിച്ചേട്ടോ. മാത്യു 1:20-21. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി. അത്രയും മാത്രം മതി. സുജി ആന്റി കൂടി ഇംഗ്ലീഷിലൊന്ന് വായിച്ച് 20-21. Angel of the Lord appeared to him in a dream and said, Joseph, son of David, do not be afraid to take Mary home as your wife, because what is conceived in her is from the Holy Spirit. She will give birth to a son, and you are to give him the name Jesus, because he will save his people from their sins. Amen. നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. എന്നാൽ ഈ 21-ാം വാക്യത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ചതായ വളരെ ശക്തമായ ഒരു കാര്യം, സംതിങ് ദാറ്റ് വി ഡോണ്ട് ലൈക്ക് ടു ഹിയർ. എന്നാൽ ദൈവത്തിൻ്റെ ഡിവൈൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നൗ തിങ്ക് വിത്ത് മീ. ഹിയർ വി നോ ജോസഫ് ഡിഡ് നോട്ട് നോ, മേരി ഡിഡ് നോട്ട് നോ what is going to happen. They are going to be a baby. So it is going to be a very humiliating situation for both of them. So Joseph thought, let me divorce her. But when he considered, when he paid close attention, the angel of the Lord appeared. So Joseph is like, okay, if this is what God wants to do through our life, I am here for it. So think with me. As a parent, okay God, I am happy. Here is my life. Take control. Whatever you want to do it through our life, you do it.
But here, Joseph even did not have an option to put his name. Think with me. ഞാൻ ഇത്രയും ഹ്യൂമിലിയേഷനിൽ കൂടി കടന്നു പോകണം, ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു, ഞാൻ ഈ മറിയെ ഡിവോഴ്സ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു, അത് വേണ്ട, ഏഞ്ചൽ ഓഫ് ദ ലോർഡ് all of a sudden intervened. At least let me have an opportunity to put his name. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞിനെ ജനിക്കുമ്പോൾ അയലോക്കക്കാരൻ വന്ന് പേരിട്ട് എങ്ങനെ ഇരിക്കും? How many of you understand what I'm trying to say? ഇപ്പം ഞങ്ങൾക്ക് ലിയാന ഉണ്ടായപ്പോൾ എൻ്റെ ബ്രദർ വന്ന്, എടേ കൊച്ചുവാന, യു ഷുഡ് നെയിം ലിയാന, നോട്ട് ലിയാന, യു ഷുഡ് നെയിം യുവർ ബേബി ദിസ് നെയിം. നമ്മൾ കൊച്ച് ജനിച്ച അപ്പോഴേ നമ്മൾ ഫേസ്ബുക്കിൽ ഇടത്തുള്ളൂ. അതിന് മുമ്പിട്ട് ആര് വന്ന് പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല. വി ഡോണ്ട് വാണ്ട് എനിബഡി ടു ഹാവ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. So Joseph should have been like, maybe, Joseph should have taken a conversation with the angel of the Lord. Oh God, Lord, I am willing to go through all these humiliating situations. It's okay for me, but at least let me have that opportunity to put his name. Do you understand? What does it conveys to us? In 2023, here is my life. We are more than happy to do anything for you. Use me. Sanctify me. I am more than happy to live my life in a divine perspective. But when God doesn't give you an option for you, I am going to do in my own way. ഇത് പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. No. If I and you would like to live our life in a divine perspective, then our life, we don't have any option. We don't even have anything to suggest God. Joseph, I know the situation is going to be a very humiliating situation, but I am the one who is going to name your child. I am the one. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേർ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഈ വചനത്തിൽ കൂടി ചില വ്യക്തി ജീവിതങ്ങളോട്, നമ്മളുടെ ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഡയറിക്കകത്ത് എഴുതി വെച്ചിരിക്കുക. വി ഹാവ് ഗോട്ട് അവർ ഓൺ സ്ട്രാറ്റജീസ്. പക്ഷേ ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തോട് ചോദിക്കണം, അത് ദൈവം ആഗ്രഹിക്കുന്നതാണോ? ദൈവം ആഗ്രഹിക്കുന്നതാണോ? ദൈവത്തിൻ്റെ ഡിസിപ്ലിൻ. ദാറ്റ് ഈസ് ദ വേർഡ് ദാറ്റ് ഐ റോട്ട് ഇൻ എൻ്റെ ഐപാഡ് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യം അതാണ്. ദൈവത്തിൻ്റെ ഡിവൈൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ വി ഷുഡ് ബി മോർ ദാൻ ഹാപ്പി. വി ഷുഡ് ബി വില്ലിംഗ് ടു ബി ഡിസിപ്ലിൻ ബൈ ഗോഡ്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ I was like, oh my gosh, something very joyful thing is going to be happen. Of course, ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കൂടി പുറത്തു വരാൻ വേണ്ടി പോവുക. അറ്റ്ലീസ്റ്റ് എനിക്കൊരു അവസരം ഒന്ന് നൽകിയിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരൊന്നിടാൻ വേണ്ടി. നോ ജോസഫ്, ഐ ആം ഗോയിങ് ടു നെയിം ഹിം. ഐ ആം ഗോയിങ് ടു നെയിം ഹിം. അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ സോജാൻ്റെ ഒന്നുകൂടി ഒന്ന് വായിച്ചത്. she will, that is a fact, she will give a birth to a son. അപ്പോൾ അവിടെ പറയുന്നില്ല യു ആർ ടു ഗീവ് ഹിം ദ നെയിം വാട്ട് എവർ യു ലൈക്ക്. നോ. ഗീവ് ഹിം ദ നെയിം ജീസസ്. അപ്പം വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വെൻ ഗോഡ് വാണ്ട്സ് ടു ഡു സംതിങ് ത്രൂ അവർ ലൈഫ്, ദൈവത്തിനൊരു ഉദ്ദേശമില്ലാതെ ദൈവം ഒരിക്കലും ചെയ്യത്തില്ല. ദൈവം യേശു എന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ ലൈഫ് കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന്. ആമേൻ. Be disciplined
by God. Be disciplined. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ വീണ്ടും തിരിച്ച് ആ ഭാഗത്തേക്കൊന്ന് പോവുകയാണ്. ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പം ചുമ്മാതല്ല, he was wanting to divorce her, right? He was wanting to divorce her. Because ലോകാപവാദം വരുത്തുവാൻ ആർക്ക് താല്പര്യമില്ല? ജോസഫിന് താല്പര്യമില്ല. Then he understood, maybe when he paid close attention, what I am thinking, whether it is right or wrong, how did he understand? ഞാൻ ജോജ്യങ്ങളുടെ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, മേ ബി ആ നൈറ്റിൽ സംഭവിച്ചതായ കാര്യം, എൻ്റെ ചിന്ത ദ ലോ ഓഫ് ഗോഡുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്നതാണോ എന്ന് വളരെ വ്യക്തമായി ഹി തോട്ട് അബൌട്ട് ഇറ്റ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന കാര്യമോ, ഈ യോസഫിൻ്റെ ചിന്താഗതികൾ ദൈവവചനപ്രകാരമുള്ളതാണോ? കാര്യം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ വാഗ്ദത്തത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ഒരു കുടുംബം ഇത്. ദൈവം ഇവരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കൽ മോശയെപ്പറ്റി പ്രസംഗിച്ചപ്പോൾ, പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, അനേക ലേവ്യ കുടുംബങ്ങളുണ്ടായിരുന്നു. പക്ഷെ മോശയുടെ അപ്പൻ്റെയും അമ്മയും ഈ മോശ ജനിക്കുവാൻ വേണ്ടി അവരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന അവർ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടാണ്. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബവും ദേ ഹാവ് ബീൻ പ്രേയിങ് ഫോർ എ ഡെലിവറൻസ്. യഹൂദന്മാർക്കൊരു ഡെലിവറൻസ് സംഭവിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ബട്ട് വെൻ ഹി കമ്പയർഡ് ഹിസ് തോട്ട്സ് വിത്ത് ദ ലോ ഓഫ് മോസസ്, വെൻ ഹി കമ്പയർഡ്, താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ചിന്തയും ദൈവവചനവുമായി എത്രമാത്രം ശരിയായ രീതിയിൽ പോകുന്നു. രണ്ടാമത് പറയാൻ എനിക്കുള്ള കാര്യം, 2023 അവർ ലൈഫ് ഷുഡ് ബി സാച്ചുറേറ്റഡ് വിത്ത് ഗോഡ്സ് വേർഡ്. നിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ചിന്ത, ഇവിടെ യോസഫ് ചിന്തിക്കുന്നത് ശരിയാ. കാരണം ലോകാപവാദം വരുത്തുവാൻ ആർക്ക് താല്പര്യമില്ല? ജോസഫിന് താല്പര്യം. അതുകൊണ്ട് വളരെ ക്വയറ്റ്ലി എന്ത് ചെയ്തേക്കാം? മേരി അങ്ങ് ഉപേക്ഷിച്ചേക്കാം. നോ 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 നോ. കാരണം പ്രവാചകന്മാർ മുഖാന്തരം ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടുണ്ട്. പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ഒരു വാഗ്ദത്തമുണ്ട്. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഓരോ ചിന്തകൾ ദൈവവചന അടിസ്ഥാനപ്രകാരമുള്ളതാണോ എന്ന് നമ്മൾ താരതമ്യം ചെയ്യണം. 2-3 വാക്യം പെട്ടെന്ന് ഓടിച്ച് വായിക്കണം, അതൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഒന്ന് വായിച്ച് ജെനി ആൻറ്റി, പ്രോവർബ് 16:9. നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാട്ട് 16:9. പ്രോവർബ്സ് സദൃശ്യവാക്യം 16:9. പ്രോവർബ് 16:9. ഒന്നുകൂടി വായിച്ചു ആൻറ്റി ഉറക്കെ. ഇൻ ദിയർ ഹാർട്ട്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ ഒന്ന് പേഴ്സണലൈസ് ചെയ്ത് വായിച്ച്, ഇൻ അവർ ഹാർട്ട്സ്, ഇൻ മൈ ഹാർട്ട് ഐ പ്ലാൻ ലോഡ് ഓഫ് തിങ്സ്, ബട്ട് ദ ലോർഡ് എസ്റ്റാബ്ലിഷസ്. നമ്മളുടേതാകുന്ന ചിന്താഗതികൾ ഒത്തിരിയാ, നമ്മുടെ പ്ലാനുകൾ ഒത്തിരിയാണെന്ന്, പക്ഷെ ദൈവമാണ് നമ്മളുടെ സ്റ്റെപ്പ് ഓർഡർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്ന് രാത്രിയിലൊക്കെ ഈ ദിവസം 2023 ഒത്തിരി തീരുമാനങ്ങൾ കാണുമായിരിക്കും. ഡിവൈൻ ഗൈഡൻസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ദൈവവചനവുമായി നമ്മൾ താരതമ്യം ചെയ്യണം. ദൈവവചനവുമായി നമ്മൾ എന്ത് ചെയ്യണം? താരതമ്യം ചെയ്യണം. ദ ലോർഡ് ഷുഡ് ഓർഡർ അവർ സ്റ്റെപ്സ്. ഒന്നും കൂടി 19:21. പ്രോവർബ്സ് സെയിം. പ്രോവർബ്സ് 19:21. Many are the plans in a person's heart, but it is the Lord's purpose. I like that translation. It is the Lord's purpose that prevails. നമുക്ക് എത്ര വേണേലും പ്ലാൻ ചെയ്യാം, നമുക്ക് എത്ര വേണേലും കണക്ക് കൂട്ടാം, പക്ഷെ ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന, കർത്താവേ നിന്റെ ഉദ്ദേശം മാത്രമേ പ്രിവെയിൽ ചെയ്യാവൂ. ദൈവവചനവുമായി നമ്മുടെ ചിന്തകൾ എന്ത് ചെയ്യണം? താരതമ്യം ചെയ്യപ്പെടണം. സമയമില്ലാത്തത് കൊണ്ട് കുറേ വാക്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും വായിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമതായി ബി ഡിസിപ്ലിൻഡ് ബൈ ഗോഡ്. രണ്ടാമതായി ബി സാച്ചുറേറ്റഡ്
വിത്ത് ദ ഗോഡ്സ് വേർഡ് ഓർ ഇൻ ഗോഡ്സ് വേർഡ്. മൂന്നാമതായി, ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ടു ബി ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അത് സാർ ഇന്നലെ പ്രസംഗിക്കുന്നതിന് മുമ്പട്ടേ ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിന് നല്ലൊരു ഉദാഹരണം, ആ ഒരു എക്സാമ്പിളാണ് ഇന്നലെ സാറ് ഉപയോഗിച്ചത്. ആരാന്നറിയാമോ ഇന്നലെ സാറ് പ്രസംഗിച്ചേ? ആരാ സാറേ? ജോഷുവ. അതിന് നല്ലൊരു ഉദാഹരണമാണ്. നമുക്ക് ജോഷുവയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. ജോഷുവ 3:1. ജോഷുവ 3:1. മതി ആൻറ്റി, അത് അവിടെ വെച്ചങ്ങ് നിർത്തിയാൽ മതി. അനന്തരം ജോഷുവ. നമ്മൾ ഈ ജോഷുവയുടെ പുസ്തകം വരുന്നതിന് മുമ്പിട്ട് തന്നെ നമ്മൾ ഈ ജോഷുവയെ പറ്റി ഒന്ന് പഠിക്കണം. അത്യുത്സാഹിയായ ഒരു മനുഷ്യനായിരുന്നു. ഈ അത്യുത്സാഹം എന്തോത്തിലായിരുന്നു അറിയാമോ? ഇപ്പം നമ്മൾ വായിച്ചതുപോലെ അധികാലത്ത് എഴുന്നേൽക്കുന്നതിൽ. ഇനി അത് മാത്രം നിർത്തരുത്. 3:1. ഇനി 6:12 വായിച്ചേ. ജോഷുവ അതികാലത്ത് എഴുന്നേറ്റു. സുജി ആൻറ്റി 7:16. ജോഷുവ 7:16. Early in the next morning. ഇനിയും 8:10. Early in the next morning. ഈ വായിച്ച ഭാഗങ്ങളിലെല്ലാം വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. ജോഷുവയുടെ അത്യുത്സാഹം അതിരാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം ചെലവിടുന്നത്. ഇനി നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിരാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയരെ. ഞാൻ എൻ്റെ പപ്പയൊക്കെ സഭാ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷം നല്ല ചർച്ചകളിലൊക്കെ ഇരിക്കാൻ തുടങ്ങി. അതിന് മുമ്പട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലവിള എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. കൊട്ടാരക്കര, നെല്ലിക്കുന്നം, വടവോട് അങ്ങനെ വരുന്നൊരു ഭാഗത്ത് അറിയപ്പെടുന്നതല്ല, ഒരു ചെറിയ ഒരു സ്ഥലമാണ് മലവിള. ഒരു മലയാണ്. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ പാഴ്സനേജിൽ 5 മണിക്ക് പപ്പായും അമ്മയും ഞങ്ങളെല്ലാം കൂടി, ഞങ്ങൾക്ക് എഴുന്നേക്കാൻ താല്പര്യമില്ല, എന്നാൽ പോലും അടിച്ചെഴുന്നേൽപ്പിക്കും. രാവിലെ മോർണിംഗ് പ്രയറിന് എഴുന്നേൽക്കുമ്പോൾ അവിടെ ഒരു പാറയുണ്ട്, ചാത്തമ്പാറ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പെയ്ത്തോമയിൽ നമുക്ക് നേരെ ഈ പാറ കാണാം. അവിടെ യോനാ അപ്പച്ചൻ എന്ന് പറയുന്നൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ ചാത്തമ്പാറയുടെ മണ്ടേക്ക് 4 മണി മുതലേ അപ്പച്ചൻ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ. അപ്പച്ചൻ്റെ കൈ കോളാമ്പിയില്ല, മൈക്കില്ല, പക്ഷെ അപ്പച്ചൻ ആ കാര്യം ചെയ്യുന്നതിൽ ഭയങ്കര വിശ്വസ്തനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് ആ മലവള പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം, I should say 95% of people are Pentecostals. അവിടെ ഒരു പാസ്റ്റർമാരും വന്ന് ഭയങ്കര ഇവാഞ്ചലൈസേഷൻ ഒന്നുമില്ല. പക്ഷെ അവിടെ ആ നാട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട്. യോനാച്ചൻ രാവിലെ 4 മണിക്ക് എണ്ണീച്ച് ഈ ചാത്തമ്പാറയുടെ മുകളിൽ വന്ന് ഈ വാക്യം പറയുമ്പോൾ ആ ദേശത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്ന്. ദിസ് ഈസ് വെരി ട്രൂ. ഞാൻ വിശ്വസിക്കുന്ന പുള്ളി തിയോളജി പഠിച്ചിട്ടൊന്നുമില്ല, തിയോളജി ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. ജീസസ് വാസ് ഹിസ് റോൾ മോഡൽ. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അവർ ലോർഡ് പ്രേയ്ഡ് ഇൻ ദ മോർണിംഗ്. വളരെ വ്യക്തമായിട്ട്. എന്താ ബിസി മാനായിരുന്നു, എന്തോ ശക്തമായ ശുശ്രൂഷ യേശുക്രിസ്തു ചെയ്തേ. പക്ഷേ ഈവൻ ബിഫോർ, നോ മാറ്റർ ഹൗ ടയേർഡ് ഹി വാസ്, ഹി മെയ്ഡ് ഷുവർ ദാറ്റ് ബിഫോർ ഈവൻ ഹി സ്റ്റെപ്പ് ഇൻ ടു ഹിസ് മിനിസ്ട്രി ഹി ഷുഡ് ബി വിത്ത് ഹിസ് ഫാദർ. ഞാൻ ആ ഒരൊറ്റ എക്സാമ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. 2 എക്സാമ്പിൾ പറയുന്നത്, ജോഷുവ ആൻഡ് അവർ ലോർഡ്. എന്നാൽ 2-3 വ്യക്തി ജീവിതങ്ങൾ നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ പാറ്റേൺ ഫോളോ ചെയ്ത ചരിത്രകാരന്മാരെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജോൺ നോക്സ് കേട്ടിട്ടുണ്ടോ? സ്കോട്ട്ലൻഡ് വളരെ അധപ്പതിച്ച് കിടന്നതായ ഒരു രാജ്യമായിരുന്നു. ക്രിസ്ത്യാനികൾ 0% ആയിരുന്നു. പക്ഷേ ജോൺ നോക്സ്
എല്ലാ ദിവസവും 4 മണിയാകുമ്പോൾ തണുപ്പ്, സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. എല്ലാ 4 മണിയാകുമ്പോഴും ഡൗൺ ടൗണിൽ പോയിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല, ചുമ്മാതെ 2 കൈയും നീട്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കും, ഗീവ് മീ സ്കോട്ട്ലൻഡ് ഓർ ഐ മേ ഡൈ. എനിക്ക് സ്കോട്ട്ലൻഡിനെ ദൈവമേ നീ തരുന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകട്ടെ. പുള്ളി ആ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിശ്വാസി, നമ്മുടെ തനി മലയാളത്തിൽ പറഞ്ഞ ഒരു പൂഞ്ഞാൻ പോലും ഇല്ലായിരുന്നു അവിടെ, ആരും കേൾക്കാൻ പോലും ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ പ്രിയരെ, ഇൻ 10 years പുള്ളി 10 വർഷമേ പ്രാർത്ഥിച്ചുള്ളൂ അതോണക്ക്. പക്ഷെ 11ാം വർഷം മുതൽ ദൈവം സ്കോട്ട്ലൻഡിനെ ഇളക്കി. അന്ന് പ്രാർത്ഥിക്കുന്ന വീരന്മാരുണ്ടായതിനു ശേഷം, എനിക്ക് തോന്നുന്നു ഏകദേശം ജോൺ നോക്സ് മരിച്ചതിന് ശേഷം ഒരു 2-3 അദ്ദേഹത്തിന് ആഫ്റ്റർ വന്ന വ്യക്തി ജീവിതങ്ങൾ ശരിക്കും സ്കോട്ട്ലൻഡിനെ നിർത്തി. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായി ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വിട്ടുമാറിപ്പോയി. ഇതൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനാ വീരന്മാർ കുറയുമ്പോൾ രാജ്യം അവതാളത്തിൽ പോകുമെന്ന. ഇന്ന് നമ്മുടെയൊക്കെ ദൈവസഭയെ നിർത്തിയിരിക്കുന്നത്, ഞാനൊരു കാര്യം വിശ്വസിക്കുന്ന ഒരു കാര്യം, ഐപ്പ സഭയൊക്കെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ ചില വ്യക്തി ജീവിതങ്ങളുടെ പ്രാർത്ഥന, ഇവിടെ പ്രാർത്ഥിക്കുന്ന സഹോദരിമാരും സഹോദരന്മാരും ഉള്ളതുകൊണ്ടാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വൃഥാവായിട്ട് ചിന്തിക്കരുത്. വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ദൈവസഭയുടെയൊക്കെ നിലനിൽപ്പ്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നുകൂടി ഒന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ദേശത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. നമുക്ക് വായിക്കുവാൻ ഇഷ്ടമാണ് വില്യം കേറി, നമുക്ക് വായിക്കുവാൻ ഇഷ്ടമാണ് ഹഡ്സൺ ടെയ്ലർ, നമുക്ക് വായിക്കുവാൻ ഇഷ്ടമാണ് ചാൾസ് ഫിന്നി, ഇവരെയൊക്കെ നമുക്ക് വായിക്കുവാൻ ഇഷ്ടമാണ്. പക്ഷേ ഇവരുടെ എല്ലാം സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ praying in the morning. Praying in the morning. Let me challenge you. In this new year 2023, spend 30 minutes. Get up 30 minutes before you even do anything. ഈ 3 കാര്യങ്ങൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. Ask God to discipline your life. Let our life be saturated in God's word. 3-ാമതായി, let God help us to get up early in the morning to be with our Father. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കും. ദിസ് മോർണിംഗ് കർത്താവ് നമ്മളെ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യം, ഇഫ് യു വോണ്ട് ടു live in a divine perspective, the desire is good, but I am not giving you any chance. I'm not giving you an opportunity to name your child. I'm not giving you any opportunity to take which direction that you should take. I will tell you. You will hear my voice. നീ എൻ്റെ ശബ്ദം കേൾക്കും. ആ ശബ്ദത്തിനനുസരിച്ച് മാത്രമേ നീ സഞ്ചരിക്കാവൂ. ആ ശബ്ദത്തിനനുസരിച്ച് മാത്രമേ നീ സഞ്ചരിക്കാവൂ. ഈ ദിവസങ്ങളിൽ എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് എൻ്റെ ലൈഫിനെ പറ്റി എനിക്കൊരു ഓപ്ഷൻ വേണ്ട, എനിക്ക് തീരുമാനമെടുക്കുവാൻ വേണ്ടി എനിക്കെല്ലാം ഞാൻ അങ്ങയുടെ കൈരങ്ങളിലേക്ക് അങ്ങ് വിട്ടുതരിക കർത്താവേ. ലെറ്റ് മൈ ലൈഫ് ബി ഡിസിപ്ലിൻഡ് ബൈ യു ജീസസ്. ലെറ്റ് മൈ ലൈഫ് ബി സാച്ചുറേറ്റഡ് ഇൻ ദ പവർ ഓഫ് ഗോഡ്സ് വേർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തെ ഒന്ന് ഗൈഡ് ചെയ്യട്ടെ കർത്താവേ. ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തെ ഒന്ന് തിരിക്കട്ടെ കർത്താവേ. ദൈവവചനത്തിൽ കർത്താവേ ഒന്ന് സാച്ചുറേറ്റ് ആകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. രാത്രി യാമങ്ങളിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നുള്ള വ്യക്തി ജീവിതങ്ങളാണെങ്കിലും ഏർലി മോർണിംഗ്സിൽ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തെ കിടുകിട വിറപ്പിച്ച വീരന്മാർ കർത്താവെ, അവരുടെ എല്ലാം കർത്താവെ ഈ മെൻ ഓഫ് പ്രെയറിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നല്ലോ കർത്താവെ. ജോഷുവയുടെ സ്ട്രാറ്റജി അതായിരുന്നല്ലോ, ഞങ്ങളുടെ യേശു ക്രിസ്തുവിൻ്റെ സ്ട്രാറ്റജി അതായിരുന്നല്ലോ. ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ടു ബി വിത്ത് അവർ ഫാദർ. അപ്പോൾ ഈ ദൈവവചനത്തിനനുസരിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം, അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണം, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവേ. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ പ്രിയ സാറ് മുൻപോട്ട് കടന്നു വന്ന്